അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മാരിയോ ജോസഫ് ഫിലോക്കാലിയ എന്ന് പറയുന്ന ഒരാളുടെ വാർത്തകളാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അഥവാ മോട്ടിവേഷൻ സ്പീക്കറായിരുന്ന അദ്ദേഹം തൻ്റെ ഭാര്യയെ അടിച്ചു തലപൊട്ടിച്ചു എന്നൊക്കെയുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാരിയോ ജോസഫിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ വാർത്തകളിലൂടെ എന്നിങ്ങനെ വായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ശ്രദ്ധയിൽ കാസിം ദാരിമി പന്തിപ്പൊയിൽ എന്ന് പറയുന്ന ഒരു ഉസ്താദിൻ്റെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടത്. കാസിം ദാരിമി വയനാട് ജില്ലയിലെ SKSF നേതാവും അറിയപ്പെട്ട പ്രഭാഷകനുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് വരികളിൽ ഒന്ന് കണ്ണുടക്കിയപ്പോൾ ഞാനതൊന്ന് വായിച്ചു നോക്കി. പ്രിയപ്പെട്ട മാരിയോ, വല്ലാത്ത വേദന തോന്നുന്നു. ജിജി എന്താ ഇങ്ങനെ? പാവങ്ങളുടെ അത്താണി, വീട് വെപ്പ്, മരുന്ന് വിതരണം, ഫിലോക്കാലിയ എന്തെല്ലാമായിരുന്നു. ക്യാമറകളുടെ മുന്നിലിരുന്ന് മക്കളെ സാക്ഷി നിർത്തി ഉമ്മ കൊടുക്കലും കെട്ടിപ്പിടിക്കലും, നല്ല കുടുംബത്തിൻ്റെ ലക്ഷണങ്ങൾ മാലോകരെ പഠിപ്പിക്കാൻ നല്ല ദമ്പതികൾ കാട്ടിക്കൂട്ടിയതെന്തെല്ലാമായിരുന്നു. ഇന്നിപ്പോൾ ചാനലുകളിലെല്ലാം പ്രധാന വാർത്താ സുവിശേഷം മാരിയോ ജിജിയെ കടിച്ചു, കടി കേസായത്രേ. പഴയ ബന്ധത്തിൽ പറഞ്ഞാൽ, മോനെ സുലൈമാനെ, നിന്നോടെനിക്ക് ഒത്തിരി കടപ്പാടുണ്ട്. അതോടാടാ സങ്കടം തോന്നിയത്. പന്തിപ്പൊയിലിലെ പള്ളി ദർസിൽ നീ പഠിക്കുന്ന കാലം തൊട്ടേ നമ്മൾ തമ്മിൽ അറിയാലോ. കിതാബ് ഓതാൻ പോവാൻ ഒരർത്ഥത്തിൽ എന്നെ പ്രേരിപ്പിച്ചതും ഞാൻ പുറക്കാട്ടെ ദർസിൽ നിന്ന് പഠനം നിർത്താൻ ശ്രമിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് ഉമ്മയോട് വഅ്ള് പറഞ്ഞ് എളമരത്തെ കോളേജിൽ എന്നെ എത്തിച്ചതും വരെ നീയാണല്ലോ. ഷംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിററുൽ അസീസ് തങ്ങളുടെ മക്ബറയിലേക്ക് എന്നെ ആദ്യം കൊണ്ടുപോയതും നീയായിരുന്നല്ലോ. അങ്ങനെ എത്ര നല്ല കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച്. ഒടുവിൽ നിൻ്റെ ഉള്ളും പുറവും രണ്ടാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ആരായിരുന്നു എന്ന് നിനക്കോർമ്മയുണ്ടോ? അറിയാമായിരിക്കും. ആ മനുഷ്യൻ ഇന്ന് കേരള മുസ്ലിങ്ങളുടെ സുൽത്താനാണ്, പണ്ഡിതരുടെ തലവനാണ്, സയ്യിദുൽ ഉലമയെന്ന് വിളിക്കപ്പെടുന്ന മഹാനായ തങ്ങളുസ്താദാണ്. നന്ദിയിൽ നിന്ന് നിന്നെ പുറത്താക്കാൻ, അവരെടുത്ത തീരുമാനം മരവിപ്പിക്കാൻ നീ ആരെയെല്ലാം സമീപിച്ചു. പക്ഷേ നിലപാടിൽ തങ്ങളുസ്താദ് ഉറച്ചു നിന്നു. പിന്നെ ഞങ്ങൾ കേട്ടത് നിൻ്റെ സുവിശേഷ പ്രസംഗങ്ങളാണ്. പാവം ബാപ്പയെയും ഉമ്മയെയും തള്ളി കുടുംബത്തെയും നാട്ടുകാരെയും, ഒന്നുകൂടി പറഞ്ഞാൽ ഇസ്ലാമിനെ തന്നെയും പരിഹസിച്ച് നീ വേദികളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടിയപ്പോൾ ഇങ്ങനെ ഒരു ദുർഗതി നിന്നെ തേടി വരാതിരിക്കില്ല എന്നറിയാമായിരുന്നു. കാരണം കാലം അതിൻ്റെ കാവ്യനീതി നടപ്പിലാക്കുക തന്നെ ചെയ്യുമല്ലോ. നീ കരയിച്ച കണ്ണുകളിൽ ചിരിവിരിയാതെ കാലം കടന്നു പോവുമോ? ഒരിക്കലും അത് സംഭവിക്കില്ല. അവസാനമായി, ഇനിയും നീ ഉള്ള മാനം കളയരുത്. പോയ വഴിയിൽ തിരിച്ചു വരാൻ ഈ വാതിൽ അടയ്ക്കപ്പെട്ടിട്ടില്ല. തങ്ങളുസ്താദിൻ്റെ കാൽക്കൽ വീണ് ഉമ്മയുടെ അരികിലെത്തി ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്. ഇല്ലെങ്കിൽ കെട്ടിയോൾക്ക് പുറമെ കുട്ടിയോളും തല്ലുന്ന വാർത്ത ഞങ്ങൾ കാണേണ്ടി വരും. കാസിം ദാരിമി പന്തിപ്പൊയിൽ. അപ്പോൾ ഈ കാസിം ദാരിമിയെ പോലും ദർസിലെത്തിച്ചതും, അദ്ദേഹം ദർസ് നിർത്തിയപ്പോൾ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച് വീണ്ടും കോളേജിലേക്ക് കൊണ്ടുപോയതും, എന്തിനേറെ ഷംസുൽ ഉലമയുടെ മക്ബറയിൽ വരെ കൊണ്ടുപോയ ആളാണത്രേ ഈ ഫാദർ സുലൈമാൻ എന്ന പേരിൽ അറിയപ്പെടുകയും ശേഷം മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിക്കുകയും ഇസ്ലാമിനെതിരെ നിരന്തരമായി ഇല്ലാത്ത കാര്യങ്ങൾ പ്രസംഗിച്ച് വിഭാഗീയതയും ശത്രുതയും ഛിദ്രതയും ഉണ്ടാക്കാൻ ശ്രമിച്ച ഈ മാരിയോ ജോസഫ് എന്ന ആൾ എന്തുകൊണ്ടാണ് അയാളെ നന്ദി ദാറുസലാമിൽ നിന്ന് പുറത്താക്കിയത്? ഇയാൾ ഒരു ദാരിമിയായിരുന്നോ എന്ന കാര്യങ്ങളൊക്കെ തങ്ങളുസ്താദ് തന്നെ ഒരു പഴയ പ്രഭാഷണത്തിൽ വിശദീകരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. കുട്ടികൾക്കൊക്കെ ഒരു സംശയമുണ്ട്, ഒരു സുലൈമാൻ ക്രിസ്ത്യാനിയായിരിക്കണം, സുലൈമാൻ ദാരിമി, അങ്ങനെ എല്ലാ കുട്ടികളെ മൊബൈലിലൊക്കെ ഒരു SMS ഒക്കെ വരുന്നുണ്ട്, അവന്റെ പുസ്തകമൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓൻ സുലൈമാൻ ദാരിമിയല്ല. ഞാൻ നന്ദി ദാറുസലാം അറബി കോളേജ് പ്രിൻസിപ്പാളാണ് കാലഘട്ടത്തിൽ ഞാൻ പുറത്താക്കിയവരാണോ? അവൻ വയനാട് പടിഞ്ഞാറത്തറയാണ് അവന്റെ രാജ്യം. അവനെ ഞാൻ പുറത്താക്കിയ എന്തിനാന്ന് ചോദിച്ചാൽ അവന് വല്ലാതെ നുണ അറിയുന്ന ആളാണ്, വല്ലാതെ പൊള്ളു പറഞ്ഞു.
അപ്പോൾ ഒരു ദിവസം ഇതേമാതിരിക്ക് അവിടെയുള്ള സിറാജുദ്ദീൻ ദാരിമി കക്കാട് എന്ന് പറയുന്നത് വലിയ പ്രസംഗകനാണ്. അവനും ഇവരൊക്കെ ഒന്നിച്ചു പഠിക്കുന്ന കാലത്താണ്. അപ്പൊ അവൻ എന്താക്കി എന്ന് പറയും, സിറാജുദ്ദീൻ ദാരിമിനെ സംബന്ധിച്ച് ചില നുണകളൊക്കെ പറഞ്ഞു. സിറാജുദ്ദീൻ ദാരിമി അവിടുന്ന് ഇന്നോട് ചോദിച്ച് അവന്റെ പാസ്പോർട്ട് വാങ്ങാൻ വേണ്ടി പോയിരുന്നു. ഇവൻ നടന്നു പറയാണ്, സിറാജുദ്ദീൻ ദാരിമി ഉസ്താദിനോട് ചോദിക്കാതെ പോയിക്കുന്ന ഉസ്താദ് പറഞ്ഞിരിക്കണം. അങ്ങനെ ഞാൻ അവനെ വിളിച്ചു, കുട്ടികളെയും വിളിച്ചു. അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും അവനോട് പറയുന്നുണ്ട്, എന്റെ ഹൃദയത്തിന് എന്തോ ഒരു തകരാറുണ്ടോ, ഈ വല്ലാതെ നുണ പറയുന്നുണ്ടല്ലോ. അപ്പൊ അന്ന് ഞാൻ അവനോട്, അന്ന് രാത്രി വിഷാന്റെ ശേഷമാണ് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇവിടുന്ന് പോകണം, ഈ കോളേജിൽ നിൽക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ അഭയം കൊടുത്തു. അത് ഞാനും അറിയും. പക്ഷെ രാത്രി അവനോട് കിടന്നോട്ടെ, അവിടെ 1-2 കൊല്ലം പഠിച്ചാളവൻ. ഇനി അവിടുന്ന് 2 കൊല്ലം കൂടി അവൻ പഠിക്കണം, 1.25 കൊല്ലം പഠിക്കണം, എന്നാലും അവനക്ക് ദാരിമി സനത് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ അവിടുന്ന് പുറത്താക്കി. പിന്നെ അവനെ തിരിച്ചെടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ വാഫി തങ്ങൾ നബറവാഹു മറക്കാതെ മരിച്ചു. മൂപ്പരാണ് നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ പ്രസിഡന്റ്. മൂപ്പർ എനിക്കൊരു എഴുത്തോട്ടയച്ചു. മരിച്ചുപോയ പി വി മുഹമ്മദ് MN ഒരു എഴുത്തോട്ടയച്ചു. അവന്റെ വയനാട്ടിലുള്ള പല ലീഗിന്റെ നേതാക്കന്മാരെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും പല മുസ്ലിംമാരെയൊക്കെ കൂട്ടിന്റെ അടുത്ത് വന്നു. ഞാൻ അവരെ നന്ദി തിരിച്ചെടുത്തിട്ടില്ല. അങ്ങനെ അവൻ അവിടുന്ന് ഒരു 3 മാസം കഴിയുമ്പോൾ പിന്നെ വയനാട് തന്നെ ഒരു ഫാത്തിമ മാതാ ക്രിസ്ത്യാനികളുടെ ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ കൊണ്ട് ഒരു അസുഖമായിട്ട് അവിടെ അഡ്മിറ്റ് ആവില്ല. അവിടുന്ന് പിന്നെ ക്രിസ്ത്യാനികൾപ്പെട്ട ചില പിന്നെ അവരെ പിന്നെ ഈ കന്യക സ്ത്രീകളൊക്കെയാണ് അവിടുത്തെ സേവകര്. അവരെയൊക്കെ ബന്ധപ്പെട്ട് അവരോടുള്ളതായ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അവൻ ക്രിസ്ത്യാനിയുണ്ടത്. അപ്പൊ അവനൊരു ദാരിമി ക്രിസ്ത്യാനിയായി എന്ന് ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഒരു ദാരിമി ആയതുകൊണ്ടോ ചെയ്യാൻ പാടില്ലാന്നൊന്നുമില്ല. ഒരു ദാരിമി ആയി എന്നൊക്കെ വെച്ചാൽ ദാരിമി അല്ലെങ്കിൽ ബാസ്തവിയായി അതിനേക്കാൾ വലിയ സ്ഥാനത്ത് നിർത്തി കിട്ടി നിൽക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ കോളേജിൽ കൊടുക്കുന്ന ഒരു സ്ഥാനത്ത് കിട്ടി നിൽക്കുക. എന്നാലും അവൻ ക്രിസ്ത്യാനി കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുത്തന് ഹിദായത്ത് കൊടുക്കുകയും ഓൻ ക്രിസ്ത്യാനി ആവാം, ഓനെ എന്തും ആവാം. പക്ഷെ ഇവൻ സുലൈമാൻ ഒരു ദാരിമിയല്ല, അവൻ സുലൈമാൻ മാത്രമാണ്. സുലൈമാൻ പടിഞ്ഞാറത്തവൻ, അവൻ ദാരിമിയായിട്ടില്ല. ഓനവിടെ ദാരിമിയാവണമെങ്കിൽ 1.25 കൊല്ലം പഠിക്കണം. മുത്തവൽ എന്ന് പറഞ്ഞ കോഴ്സിന് 2ാമത്തെ പഠിക്കണ ഒരു 3 മാസം പഠിച്ചിട്ടുള്ളൂ. ആ പഠിക്കുമ്പോഴാണ് അവനെ പുറത്താക്കുന്നത്. മഹാന്മാരുടെ വാക്കിലും അവരുടെ പ്രവൃത്തിയിലും വലിയ പൊരുളുകളുണ്ടാകും. ഇന്നും ഇതൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകും. പക്ഷേ ഇന്നും മഹാന്മാരെ തിരിച്ചറിയാതെ നടക്കുന്ന ആളുകൾക്ക് കാലം അത് തെളിയിച്ചു കൊടുക്കും. ഇൻഷാ അല്ലാഹ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. ഇന്ന് അതിൻ്റെ ഒരു ദൃഷ്ടാന്തം എന്നോണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഇന്ന് അഭിമന്യരായ ഗുരുനാഥന്മാരെ നിന്ദിച്ചാൽ നാളെ അതിന് കൈകടിക്കേണ്ടി വരും. അത് കാണുക തന്നെ ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.